എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. തുടർന്നുള്ള സമയത്തെ ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് ഹഗ്ഗായി പ്രവാചക പുസ്തകം 19 വേദസൂക്തം 2 അധ്യായം 19 വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. മതി. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഫ്രം ദിസ് ഡേ ഓൺ ഐ വിൽ ബ്ലസ് യു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ വചനം ഒന്ന് ചേർന്ന് പറയാമോ? സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പ്രവചന വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ വിസ്തൃതിയുള്ള ഒരു ആലോചനയുണ്ട്. അതിനകത്ത് നിന്ന് ഇന്ന് പകലിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ സമയബന്ധിതമായി ചില ഭാഗങ്ങൾ മാത്രം ധ്യാനിപ്പാൻ കൃപയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹത്തിൻ്റെ ഇന്ന് എന്നാണ്. അനുഗ്രഹത്തിൻ്റെ ഇന്ന് വെളിപ്പെടാൻ എന്തു ചെയ്യണം? ആരോട് പറഞ്ഞു? ഹഗ്ഗായി പ്രവാചകൻ ഇസ്രയേൽ സജ്ഞയോട് പറഞ്ഞു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത്രയും പ്രവചന മുഖങ്ങൾ അതിനുണ്ട്. പ്രവാസാനന്തര പ്രവാചക പ്രമുഖനായ ബാബിലോണ്യ പ്രവാസാനന്തര പ്രവാചക പ്രമുഖനായ ഹഗ്ഗായി പ്രവചനാത്മാവിൽ പ്രവചിച്ചൊരു ഭാഗമാണ് ഇവിടെ വായിച്ചതും നാം കേട്ടതും. ഹഗ്ഗായി, സക്കരിയ എന്നീ പ്രവചന പുസ്തകങ്ങളുടെ ചരിത്രഭാഗം മനസ്സിലാക്കണമെങ്കിൽ യസ്രയുടെ പുസ്തകം അല്പം ധ്യാനിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ചരിത്രം അതുമായി പിണഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ വളരെ ആഴമായ ഒരു സന്ദേശം. എന്നാണ് അനുഗ്രഹത്തിൻ്റെ ഇന്ന്? അത് മനസ്സിലാക്കാൻ ഹഗ്ഗായി പ്രവചനം 1 അധ്യായം 1 വാക്യവും 2 വാക്യവും ദൈവമക്കളിൽ ഒരാൾ വായിച്ചാൽ. മതി. ബാബിലോണിലേക്ക് 2 ഗോത്രമടങ്ങിയ രാഷ്ട്രം BC 606 യെരുശലേം ദേവാലയം വാടകോരപ്പെടുന്നു. അതിന് മുൻപ് ശേഷം 3 ഘട്ടങ്ങളായുള്ള പ്രവാസത്തിലേക്കുള്ള പോക്ക് ഒന്ന് നോക്ക്, കാണ. ആ പോക്ക്, അവർ പോകുന്ന പോക്ക് പോകുമ്പോൾ കണ്ടോണ്ട് പ്രവചിച്ചൊരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇരമ്യാവെന്നാണ്. അദ്ദേഹത്തിലൂടെ ഒരു അരുളപ്പാടുണ്ടായി. 70 കൊല്ലം കഴിയുമ്പോൾ ഈ പോയ കുഞ്ഞുങ്ങൾ പോയ പോലെ എന്ത് ചെയ്യും? തിരികെ വരും. സ്തോത്രം. സാധാരണ ജനത്തിൻ്റെ ഇടയ്ക്ക് യെഹസ്കിയേൽ പണിയൊക്കെ പോയല്ലോ. പുരോഹിത വൃന്ദത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ഇപ്പോൾ പുതിയ ശുശ്രൂഷ, ആഴമായ പ്രവചനം, അത് മറ്റ് വിസ്തൃതിയുള്ളൊരു ഭാഗമാണ്. എന്നാൽ കൊട്ടാരം, രാഷ്ട്രത്തിൻ്റെ നേതൃത്വം, അവരുടെ കണ്ണെ നോക്കി കാര്യം പറയാൻ ആർജവമുള്ള ദാനിയേൽ. അങ്ങനെ ഷോമാനായിട്ടൊന്നും ദാനിയേൽ ഇല്ലെങ്കിലും വിഷയത്തിൻ്റെ പുറത്ത് കാര്യം പറയാനുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആംബിയർ ഉണ്ട്. ആർക്ക്? സ്തോത്രം. നെബൂഖദ്നേസറിൻ്റെ മുമ്പിൽ മുട്ടിടിക്കാതെ കാര്യം പറയും.
ദാര്യാവേശിൻ്റെ മുമ്പിലും പറയും സ്തോത്രം, ആരുടെ മുമ്പിലും സ്തോത്രം, ബെൽസസറിൻ്റെ മുമ്പിലും പറയും, ആരുടെ മുമ്പിലും പറയാനുള്ള ആർജവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവരുടെ കാലത്തൊക്കെ ശുഭപ്പെട്ടിരുന്നു എന്ന് വേറൊരു പ്രയോഗമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ദാനിയേല് യിരെമ്യാ പ്രവാചക പുസ്തകത്തിൽ നിന്ന്, ഇതൊക്കെ ദാനിയേൽ പ്രവചനത്തിലെ വാക്യം ഞാൻ ഈ പറയുന്നത്, 70 കൊല്ലം കഴിയുമ്പോൾ ഇസ്രയേലിൻ്റെ യഹൂദൻ്റെ പ്രവാസം തീരുമെന്നൊരു കാലസംഖ്യ ഗ്രഹിച്ച് താൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധി സന്തോഷിച്ചു. എന്ന് വെച്ചാൽ താൻ അക്കാലം തിരിച്ചറിഞ്ഞ പ്രാർത്ഥിച്ച സമയത്തിൽ നിന്ന് ഏകദേശം ഒരു 2 വർഷം മുമ്പോട്ട് ചെന്നാൽ പ്രവാസം എന്ത് ചെയ്യും? തീരും. അപ്പോൾ ദൈവം വെച്ച സമയം 70 കൊല്ലം കഴിയുമ്പോൾ പ്രവാസം എന്ത് ചെയ്യും? തീരും. യിരെമ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം 70 കൊല്ലം കഴിയുമ്പോൾ പ്രവചനം നിവർത്തിയാകാനുള്ള ഒരു സാധ്യതയും അന്നത്തെ ബാബിലോണിൽ പ്രവാസികളായിരിക്കുന്ന ഇസ്രയേലിൻ്റെ അവരുടെ ധാർമ്മിക സ്ഥിതിയിൽ നിന്നോ അവിടെയുള്ള ഭരണകൂടത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നോ ഒരു സാധ്യതയും മുമ്പിലില്ല. ആ സമയത്താണ് എൻ്റെ ദൈവം മുൻനിർണയിച്ച സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥിരനിർണയത്തിലുള്ള, ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുള്ള കാര്യം നമ്മൾ സ്വോത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് ചെയ്യും. സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ വരവ്, സ്തോത്രം, മഹാപീഡനകാലം. ഇവിടെ ഓതരസഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി 70-ാം ആഴ്ചവട്ടം നീക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെ ആരും ഇല്ലയോ? 21 ദിവസത്തെ യോഗം നടത്തി മഹാപീഡനകാലം ഒന്ന് നീക്കാൻ പറ്റുമോ? അത് സ്ഥിരനിർണയത്തിലുള്ളതാ. യാക്കോബിന്റെ ഘട്ടകാലം, സഹസ്രാബ്ദകാലം, ഒരു 1000 കൊല്ലം കൂടെ നമുക്ക് ഉപവാസ പ്രാർത്ഥന നടത്തി നീട്ടാൻ പറ്റുമോ? 2000 ആക്കാൻ പറ്റുമോ? അതൊക്കെ സ്ഥിരനിർണയത്തിലുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിശ്ചയിച്ച കാര്യം ആര് ഉണർന്നാലും ഉണർന്നില്ലെങ്കിലും ദൈവത്തിന് ചെയ്യാൻ പറ്റും. സ്തോത്രം. പിന്നെ അതിന് മറുവശമുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയത്തിൽ ചിന്തിക്കാം. ഇവർ പറയുന്നു യഹോവയുടെ ആലയം പണിയാനുള്ള സമയം എന്ത് ചെയ്തിട്ടില്ല. യിരെമ്യാവിലൂടെ ഇത് പൊളിയുന്നതിന് മുമ്പേ പറഞ്ഞു. സ്തോത്രം. ആമേൻ. 70 കൊല്ലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? മടങ്ങി വരുമെന്നും പണിയുമെന്നുമുള്ളൊക്കെ സൂചന കിടക്കുക. അപ്പോൾ ദൈവം പറഞ്ഞു സമയമായി. ഇവർ പറഞ്ഞു സമയമായിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ്. ആമേൻ. ദൈവത്തിൻ്റെ സമയത്തിന് ആമേൻ പറയാൻ ആരുണ്ട്? സ്തോത്രം. അന്ന് നിന്റെ അനുഗ്രഹത്തിൻ്റെ ഇന്ന് ആക്കി മാറ്റാൻ എൻ്റെ ദൈവം ശക്തനാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. ഒന്ന്, ദൈവത്തിൻ്റെ സമയത്തെ എന്ത് ചെയ്യുക? അംഗീകരിക്കുക. ആമേൻ. ദൈവത്തിൻ്റെ സമയത്ത്. രണ്ടാം വാക്യം ഒന്ന് വായിച്ചോ താഴോട്ട്. ഈ ജനം എന്ത് ചെയ്യാണ്? ജനം പറയുന്നു. സത്യത്തിൽ യഹോവയുടെ ആലയം പണിയണ്ടയോ പണിയണോ പണിയാതിരിക്കണോ? സ്തോത്രം. അന്നത്തെ ജനത്തെ വിളിച്ചൊരു ജനറൽ ബോഡി കൂടിയാൽ ജനം പറയും. എന്തു പറയും? സമയമായില്ല. സ്തോത്രം. എന്നാൽ ഒന്ന് മനസ്സിലാക്ക,
ഒർന്നാന്റെ നിലത്തിലെ സിയോൻ കുന്നിലെ ഈ ആലയത്തിന് തുടക്കമിടാൻ എൻ്റെ ദൈവം ഈ ജനത്തോട് ചോദിച്ചിട്ടല്ല തുടക്കമിട്ടത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ജനഹിതത്തിലേക്ക് വരികയല്ല, ജനം ദൈവഹിതത്തിലേക്ക് വരികയാണ് വേണ്ടത്. വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ? മനസ്സിലാക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. എന്നെ കേൾക്കുന്ന സഹോദര, നീ എന്നെ കേൾക്കുന്ന സഹോദരി, ആമൻ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നാം ആമൻ നമ്മുടെ ഹിതത്തിലേക്ക് ദൈവം വരികയല്ല, അവൻ ദൈവഹിതത്തിലേക്ക് നാം വഴങ്ങിയെത്തുക എന്നുള്ളതാണ്. അത് എത്ര പേർക്ക് തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റും? അവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. നമ്മുടെ ഹിതത്തിനകത്തൂടെ നാം സഞ്ചരിച്ച് കുഴഞ്ഞവർ ഇന്ന് ഈ ആരാധനയിലുണ്ട്. തണ്ട് വലിച്ച നാഥാ എന്ന് വിളിക്കുന്ന പത്രോസിന്റെ അനിയന്മാരും അനിയത്തിമാരും ഇന്ന് യോഗത്തിലുണ്ട്. എന്നാൽ അവൻ ഇന്ന് ആത്മനിയോഗത്തോടെ ഞാൻ ദൂത്, അവൻ പ്രവചന ദൂത് പോലെ വചനത്തിനകത്തുനിന്നൊരു ആലോചന അവൻ പ്രകാശനത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നു. ദൈവഹിതത്തിനകത്തേക്ക് വാ സഹോദരി, ദൈവഹിതത്തിനകത്തേക്ക് വാ സഹോദര, ദൈവഹിതത്തിനകത്തേക്ക് കയറി വാ പിതാവേ, ദൈവഹിതത്തിനകത്തേക്ക് കയറി വാ മാതാവേ. ഇന്ന് ദൈവഹിതത്തിന് ഏൽപ്പിക്കപ്പെടാൻ എത്ര പേര് സമർപ്പിക്കപ്പെടും? അർപ്പണബോധമുള്ളവർ അല്പനേരം ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ദൈവഹിതത്തിന് വഴങ്ങി കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവഹിതത്തിന് വഴങ്ങി ദൈവഹിതത്തിന് വിധേയരായി ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന്റെ ഇന്ന് വെളിപ്പെടാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, 2-ാം വാക്യം താഴോട്ട് 3-ാം വാക്യം വായിച്ചു. 3-ാം വാക്യം. ഈ ആലയം ശൂന്യം ആയിരിക്കെ മതി. സ്തോത്രം. ഈ ആലയം എന്നുള്ളത് സമാഗമന കൂടാരം, മരുഭൂമിയിലുണ്ടായിരുന്ന ടേബിൾനാക്കിളിനെ ആലയം എന്ന പദം കൂടാരത്തിന് കൊടുത്തിട്ടുണ്ട്. ശീലോഹിലെ ആ കൂടാരത്തിനും ആലയം എന്ന പ്രയോഗമുണ്ട്. പിന്നെ ദാവീദ് പ്രത്യേക തന്റെ നഗരത്തിൽ കൊണ്ടുവന്ന ആലയം പണിയുന്നതിന് മുമ്പ് പെട്ടകം കൊണ്ടുവച്ച ഒരു കൂടാരമുണ്ട്. അതിനുശേഷം ഒർണാന്റെ നിലത്തിൽ പണിയപ്പെട്ട ശലോമോന്റെ കാലത്തെ ദേവാലയം, അതിനുശേഷമുള്ള ദേവാലയം, ഇപ്പോൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സെരൂബാബേലിന്റെയും യോശുവയുടെയും കാലത്തെ ദേവാലയം, ഹെരോദാവിന്റെ കാലത്തെ ദേവാലയം, അതിനുശേഷം ഇങ്ങോട്ട് മുൻപോട്ട് വന്ന് അതിന് മുൻപൊരു തെളിവുണ്ട്, അത് ചരിത്രപരമായി. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ചരിത്രത്തിൽ കാലൂന്നി മുൻപോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ആമേൻ, സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ സഭയാകുന്ന ദേവാലയം, നാമാകുന്ന ദേവാലയം. ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപീഠന്റെ കാലത്തൊരു ദേവാലയമുണ്ട്, സഹസ്രാബ്ദ ദേവാലയമുണ്ട്, നിത്യ കൂടാരമുണ്ട്. അങ്ങനെ ദേവാലയം എന്നുള്ള വിഷയം വിസ്തൃതിയുള്ള വിഷയമാണ്. എന്നാൽ ഒന്നാമത്തെ ദേവാലയമായിരിക്കുന്ന ടേബിൾനാക്കിൾ സമാഗമന കൂടാരം നോക്കാം. ആലയം എപ്പോഴാണ് ശൂന്യമാകുന്നത്? ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തുവെന്ന് പുറപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ ആവർത്തിച്ച് കാണാം. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെയാണ് പ്രകാരം. ദൈവം
കൽപ്പിച്ചത് പോലെയാണ് യാഗപീഠം. ദൈവം കൽപ്പിച്ചത് പോലെയാണ് ആമേൻ സ്തോത്രം താമ്രത്തൊട്ടി. ദൈവം കൽപ്പിച്ചത് പോലെയാണ് സപ്തശാഖിയായ കവരവിളക്കിൻ്റെ സപ്തനാളങ്ങളെല്ലാം അടിച്ചെടുത്ത ആമേൻ ആ പൊന്നുകൊണ്ടുള്ള നിർമ്മിതി നോക്കണമേ. അവിടെയുള്ള കാഴ്ചയപ്പത്തിൻ്റെ മേശ അത് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെയാണ്. കഴുത്തറത്ത കാളയുടെ കടുകഷണങ്ങൾ കത്തിയെരിയുന്ന യാഗവേദികൾ കൊണ്ടും കടുത്തറക്കാനുള്ള കാളയുടെ മുഖറകൾ കൊണ്ടും കടുത്തറത്ത കാളയുടെ ആമൻ കടുനിണങ്ങൾ പുരണ്ട കത്തികൾ കൊണ്ടുമൊക്കെ മുഖരിതമായി നിൽക്കുന്ന യാഗപീഠ അന്തരീക്ഷം ഭക്തിയില്ലാത്ത ഏതൊരുത്തൻ്റെയും ഹൃത്തടത്തിന് ഉൾത്തടത്തിൽ ഭക്തി ജനിക്കുമാറുള്ള അന്തരീക്ഷം ഒന്ന് കാൺമീൻ പ്രിയരെ. പഴയ നിയമത്തിലെ യാഗപീഠം ധൂപപീഠം ആമൻ സ്തോത്രം സപ്തശാഖിയായ കവരവിളക്ക് ആ വിശുദ്ധ സ്ഥലം. ഇനി അതിനപ്പുറത്ത് അതിപരിശുദ്ധ സ്ഥലം സ്തോത്രം. ഇതിനകത്ത് യാഗപീഠത്തിൽ യാഗം നടക്കാതിരുന്നാൽ, ഉയരത്തിലെ തീയുടെ ജ്വലനം അവിടെ ഇല്ലാതെ ഇരുന്നാൽ, ആമേൻ കാഴ്ചയപ്പത്തിൻ്റെ മേശ വെക്കേണ്ട മേശപ്പുറത്ത് അപ്പം ഇല്ലാതിരുന്നാൽ, താമരത്തൊട്ടിയിൽ വെള്ളം, ആ വെള്ളമാണ് ശുദ്ധീകരണത്തിനുള്ള വെള്ളം, ആ വെള്ളമാണ് അതിൻ്റെ പൊരുളാണ് ഇന്ന് ഇവിടെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആമൻ വചനത്താലുള്ള ശുദ്ധീകരണം. കരമുയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരേട്ടാം. ഹല്ലേലൂയ. ഇനി ആമേൻ ആ സമാഗമന കൂടാരത്തിലെ ആമേൻ ആ പലകകളൊക്കെ അന്താടത്തിൽ അതിൻ്റെ ക്രമത്തിൽ നിൽക്കാതിരുന്നാൽ, അതിന് ഒരു വളവ് വന്നാൽ, അതിൻ്റെ ഉള്ളിൽ മരുഭൂമിയിലെ കാറ്റ് കയറിയാൽ, അവൻ അതിൻ്റെ മൂടുവിരി അതിൻ്റെ ക്രമത്തിൽ അല്ലാതിരുന്നാൽ, അവൻ സ്തോത്രം ലേവി കുഞ്ഞുങ്ങൾ 3 കെഹാത്യർ, മെരാര്യർ, ഗർശോന്യർ അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാതിരുന്നാൽ, അവൻ ആലയത്തിൻ്റെ പൂമുഖത്ത് മുൻപിലുള്ള അഹരോന്റെ വംശപാരമ്പര്യത്തിന്റെ കീഴിലുള്ള പുത്രന്മാർ ക്രമത്തിൽ ശുശ്രൂഷ ചെയ്യാതിരുന്നാൽ, സ്തോത്രം അവിടെ എവിടെങ്കിലും ഒരു വീഴ്ച വന്നാൽ, ഇതിനൊക്കെ അപ്പുറത്ത് അവൻ സ്വർഗത്തിൽ നിന്നൊരു കുടയുടെ കാല് പോലെ, അവൻ വിടർന്നിരിക്കുന്ന കുട പോലെ ദൈവത്തിന്റെ ശെഖേനാമേഘം ഇറങ്ങി നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യം അവിടെ ഇല്ലാതിരുന്നാൽ, സ്തോത്രം ആലയം ശൂന്യമാണ്. ഒരിക്കൽ ശലോമോൻ ഈ ആലയം ശലോമോന്റെ കാലത്ത് ദേവാലയത്തിൽ അവൻ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി. ശുശ്രൂഷക്കാര് അവിടേക്ക് യഹോവയുടെ പെട്ടകവുമായി വന്ന സമയത്ത് സത്യാരാധന വെളിപ്പെട്ടപ്പോൾ തമ്മിൽ കാണാൻ പറ്റാതെ വണ്ണം ദൈവത്തിന്റെ ശെഖേനാമേഘം വന്ന് ഇറങ്ങി. സ്തോത്രം. ഇതില്ലാതിരുന്നാൽ ശൂന്യമാണ്. ഇതിൻ്റെ പൊരുളായ ആലയം ഏതാ? തിമത്തിയോസിന്റെ ലേഖനത്തിൽ സ്ലീഹ പൗലോസ് നിജപുത്രനായ തിമത്തിയോസിന് ലേഖനം എഴുതി പ്രബോധിപ്പിച്ച് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാവോ? ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം. ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. സ്തോത്രം. ഈ സഭയെക്കുറിച്ച് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഓദ്രയിലുള്ള ഈ ഫിലദൽഫിയ സഭ ആ സത്യസഭയുടെ ഭാഗമാകയാൽ, ആ സാർവത്രിക സഭയുടെ ഭാഗമാകയാൽ, ആ എക്ലീഷ്യായിൽ ഉൾപ്പെട്ടതാകയാൽ, സ്തോത്രം, ഈ സഭയെ കൃപായുഗത്തിൽ ഈ പരുവത്തിന് ഒന്നും കൂടെ തെളിച്ചു പറയാം. നമ്മളൊക്കെ ഈ കൃപയെ വന്നില്ലെങ്കിൽ ആരായിരുന്നു പുള്ളികൾ? അല്ല, ഞാനിങ്ങനെ അങ്ങ് പ്രസംഗിച്ചു പോയാൽ തന്നെയും എല്ലാവരും ഒപ്പം വരണമല്ലോ. ഒരു തരിപ്പിലങ്ങ് ഇരുന്നു പാസ്റ്റർ പിട്ടുപിട്ടാന്ന് പറഞ്ഞു ഞങ്ങളൊരു പെരുപ്പിലങ്ങ് ഇരുന്നു. അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നമ്മൾ രക്ഷിക്കപ്പെട്ട് ഈ കൃപയെ വന്നില്ലായിരുന്നെങ്കിൽ ഏതാ പുള്ളി? നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. സ്തോത്രം. ഞാൻ എന്നെ ഒന്ന് നോക്കാറുണ്ട്. പരിക്കണമെന്നെ ആയിരുന്നു പണ്ട്. ആമേൻ. മെരുക്കി ഒരുക്കിയ കരുത്തനാണൻ കർത്തൻ. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മളെയൊക്കെ മെരിക്കത് ഒരുക്കിയതൊക്കെ സ്തോത്രം ഇല്ലേ. കുതിരയ്ക്ക് കടിഞ്ഞാൻ, കഴുതയ്ക്ക് കഴുതയ്ക്ക് കോപ്പോ അതൊന്നുമല്ല, കഴുതയ്ക്ക് കുതിരയ്ക്ക് കോപ്പിട്ടെന്നുണ്ട്, കഴുതയ്ക്കൊന്നും ഇടരുത്. ചമ്മട്ടി പോഷന്റെ മുതുകിന് സ്തോത്രം. പ്രിയരെ, നമ്മളീ പലരും രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഏതേലും ജയിലിൽ കിടന്നേനെ. ഈ കൃപ വന്നില്ലെങ്കിൽ പലരും ഈ ഭൂമി കാണത്തുപോലുമില്ല. സ്തോത്രം സ്തോത്രം. അവിടുന്ന് വന്ന് നമ്മെ മെരുക്കി ഒരുക്കിയത് കൊണ്ടാ ജീവിച്ചിരിക്കുന്നേ. അതോ ഗതകാലത്തേക്ക് പോയി അങ്ങ് മനസ്സ് കുടുങ്ങിയോ? ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. പ്രിയരേ, സ്തോത്രം. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് കർത്താവാക്കി വച്ചിരിക്കുന്നത് ഇല്ലാതെ വന്നാൽ ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, 5 ഔദ്യോഗിക വൃന്ദങ്ങളെ ദൈവം നിയമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈകികവുമായിരിക്കുന്ന ദൈവസഭ. ആമേൻ. കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ഈ സഭ, സ്തോത്രം, ആമേൻ, സഭ എന്ന ജീവസ്ഥാപനം, അതിനെ ഈ പരുവത്തിൽ, ഈ കൃപായുഗത്തിൽ 69-70 ആഴ്ചവട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ നിലനിർത്താൻ, ഇങ്ങനെ വളർത്താൻ, ഇങ്ങനെ പണിയാൻ അവിടുന്ന് മുടക്കിയ വില, പ്രിയരേ, അവിടുത്തെ ഓമനക്കുമാരൻ്റെ പരിശുദ്ധ നിണം മുഴുവനും ചിന്തിയാണ്. സ്തോത്രം. ആ ഓർമ്മ സഭയ്ക്കകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകണം. ആമേൻ. ആ ചിന്ത പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉണ്ടാകണം. ആമേൻ. ആ കാര്യം ആത്മീക ശുശ്രൂഷകളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാകണം. സ്തോത്രം. ആ ചിന്ത പാട്ടുപാടുമ്പോൾ ഉണ്ടാകണം. ആ ചിന്ത വചനം വായിക്കുമ്പോൾ ഉണ്ടാകണം. ആ ചിന്ത സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടാകണം. അവിടുത്തെ ജീവരക്തം മുടക്കിയാണ് സഭയെ സമ്പാദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ജീവരക്തം സമ്പാദിച്ചതാണ്, മുടക്കി സമ്പാദിച്ചതാണ് സഭ. അപ്പോൾ രണ്ടാമത്തെ ചിന്ത, പോയിന്റ്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെടാൻ 1, ദൈവത്തിൻ്റെ സമയത്തെ അംഗീകരിക്കണം. അന്ന് മുതൽ കർത്താവ് അനുഗ്രഹിക്കും. 2, സ്തോത്രം, ആമേൻ, ഈ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ ജീവസ്ഥാപനമായിരിക്കുന്ന ആലയം ദൈവസഭ. 2, നാമാകുന്ന ആലയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇടിച്ചെടുത്ത ഒലിവെണ്ണയുടെ ജ്വലനമുണ്ടോ? അവിടെ അവൻ ഉയരത്തിൽ ഇറങ്ങി വന്ന ആ സ്വർഗീയ അഗ്നിയുടെ ജ്വലനമുണ്ടോ? അവിടെ ക്രമത്തിലാണോ കാര്യങ്ങൾ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആലയത്തിൻ്റെ ശൂന്യത മാറ്റേണ്ടത് ദൈവമല്ല. ആലയത്തിൻ്റെ ശൂന്യത മാറ്റേണ്ടത് അവൻ മടങ്ങി വന്നിരിക്കുന്ന യഹൂദ വംശമേ നിങ്ങളാണ്. സ്തോത്രം, 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 സ്തോത്രം. അവൻ, നിങ്ങൾ അതിനു വേണ്ടി ഒരുമിച്ച് നിന്നാൽ അന്ന് മുതൽ കർത്താവ് അവരെ അനുഗ്രഹിക്കുമെന്ന്. അതിന് ഒരുമിച്ച് നിന്ന സമയത്ത് വൈരിയുടെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ദാവീദിന്റെ ചട്ടപ്രകാരം എസ്രയുടെ പുസ്തകത്തിൽ കാണാം, അവർ ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി.
പഴയ ആലയം കണ്ടിട്ടുള്ളവർ കണ്ണുനീരോടുകൂടെയും, ആമേൻ, പുതിയ ആലയത്തിൻ്റെ ആ പണി പുതിയതായി കാണുന്നവരൊക്കെ സന്തോഷത്തോടുകൂടെയും, അങ്ങനെ കരച്ചിലും സന്തോഷവും കൂടെ മിശ്രിതമായ ഒരു ശബ്ദം, അത് ബഹുദൂരം വൈരികൾ പോലും കേൾക്കത്തക്ക രീതിയിൽ അവരുടെ സ്വരം ഉയർന്നു. അത് കൃത്രിമമായി ഉണ്ടാക്കിയ സ്വരമല്ല. ഒന്നും കൂടെ പറയാം, സ്തോത്രം. പഴയ പെന്തക്കോസ്തുകാർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ കയ്യടിക്കും പാട്ടിനും ആത്മാവിലുള്ള ആരാധനയ്ക്കൊക്കെ ദൂരേന്ന് കേൾക്കുമ്പോൾ ഭംഗിയില്ലാത്തൊരു സ്വരം ഉണ്ടായിരുന്നു. ദൂരേന്ന് കേൾക്കും നിലവിളി പോലെയോ, ദൂരേന്ന് കേൾക്കുമ്പോൾ കൂകുന്നത് പോലെയോ, അവൻ ദൂരേന്ന് കേൾക്കുമ്പോൾ അത്ര തൃപ്തിയല്ലാത്ത, കർണരസമല്ലാത്ത ഒരു സ്വരമുണ്ടായിരുന്നു. ആ സ്വരമൊന്നും അവർ സ്വയത്തിൽ നിന്ന് അങ്ങനെ ഇത്രയും, എൻ്റെ ശബ്ദം ഉണ്ടല്ലോ, ഈ മൈക്കിൻ്റെ ശബ്ദം, അത് എത്രയും കൂട്ടണമെന്നും അത് എന്തൊക്കെ കുറയ്ക്കണമെന്നും പുറകിലിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് പറ്റും. എന്നാൽ പഴയ പെന്തക്കോസ്തിൻ്റെ ആരാധനയുടെ വോളിയം കൂടിയതൊന്നും അവൻ സ്വയത്തീന്ന് കൂടിയതല്ല. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അങ്ങനെയെങ്കിൽ സ്തോത്രം, സത്യാരാധന ഹൃത്തടത്തിന് ഉൾത്തടത്തിൽ, സത്യാരാധന വ്യക്തിക്ക് ഉള്ളിൽ നിന്ന്, ആമൻ, ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായുള്ള ആരാധന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, ആമൻ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ആമൻ 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 ഏത് വ്യക്തിയിൽ ഉയരും. അന്ന് മുതൽ നിന്റെ സ്ഥിതി മാറുമെന്നാണ് ഈ വചനത്തിന്റെ ആലോചന. ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്ന ദൈവമക്കൾ അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അല്പനേരം, ചില മിനിറ്റുകൾ കരങ്ങളെ ചേർത്തി അടിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന്റെ ഇന്ന് തിരുത്തുന്ന വ്യക്തികളിൽ, മടങ്ങി വരുന്ന വ്യക്തികളിൽ, ഒരുക്കപ്പെടുന്നവരിൽ, വ്യവസ്ഥയിലേക്ക് യഥാസ്ഥാനപ്പെടുന്നവരിൽ അനുഗ്രഹത്തിന്റെ ഇന്ന് വെളിപ്പെടുത്താൻ കരുത്തനായി നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം.